5ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി 2024 ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതാണ്. അവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. സുരേന്ദ്രൻ കാടങ്കോട് എഴുതിയ ഒരു കവിതയാണ്. കവിത വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിൻ്റെ അടിയിൽ കൊടുത്ത 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. പ്രവർത്തനം 2 അഭിപ്രായക്കുറിപ്പ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠത്തിലെ പ്രകാശിന്റെ വാക്കുകൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്ത ശ്രദ്ധിക്കൂ. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞൊരു പത്രവാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രകാശിന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. ഇവിടെ പ്രകാശൻ പെൺകുട്ടികൾ കളിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വനിതാ ഫുട്ബോൾ എന്നുള്ള ഒരു കുറിപ്പിൽ പഞ്ചായത്ത് വനിതകൾക്ക് വേണ്ടി ഫുട്ബോൾ മത്സരം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ട് അഭിപ്രായങ്ങളാണ്. ഇത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം ദൃക്സാക്ഷി വിവരണമാണ്. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണിത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ചെഴുതി നോക്കൂ. ഇവിടെ ഈ കളി കണ്ടാൽ ഇത് കണ്ണ് കെട്ടി ഉറി തല്ലിപ്പൊട്ടിക്കുന്ന ഒരു കളിയാണെന്ന് മനസ്സിലാകും. ഒരു കുട്ടി അവിടെ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. ധാരാളം കുട്ടികൾ അവിടെ ചുറ്റും കാഴ്ച കാണാൻ നിൽപ്പുണ്ട്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഈ കണ്ണുകെട്ടി കളിയുടെ ഒരു ദൃക്സാക്ഷി വിവരണമാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് ഉറിയാണ്. അതുപോലെ കണ്ണ് കെട്ടി നിൽക്കുന്ന കുട്ടിക്ക് ഒരു പേര് കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ അനൗൺസ്മെന്റ് നടത്തുന്ന കുട്ടിക്ക് ഒരു പേര് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഞാനതിൻ്റെ ഒരു ഉത്തരം എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. പ്രവർത്തനം 4 പോസ്റ്റർ. ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ 30 പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കൂ. ആ പോസ്റ്ററിൽ നമ്മൾ സ്കൂളിന്റെ പേര് വേണം. അതോടൊപ്പം തന്നെ എന്താണ് മത്സരം അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് എഴുതണം. അതിന്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിക്കുന്നത് എന്ന് എഴുതണം. അത് എന്നാണ് എന്ന് എഴുതണം. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഒരു പോസ്റ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, നോക്കൂ. ബി ചോദ്യം. വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണുനട്ട് അങ്ങനെ നിൽക്കും. ഏത് കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? മീൻവായിലൂടോട്ടം, വടംവലി മത്സരം, 3 കാലിൽ ഓട്ടം. ഉത്തരം വടംവലി മത്സരം. പ്രവർത്തനം 5 ഡയറി കുറിപ്പാണ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയിയെ നിങ്ങൾക്കറിയാമല്ലോ. അന്നേ ദിവസം തക്കഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ചെഴുതുക. അതിന്റെ ഒരു മോഡൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഡയറി കുറിപ്പ് നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ ഡേറ്റും ദിവസവും എഴുതാൻ മറക്കരുത്. അടുത്ത ചോദ്യം. പിടിക്കാവുന്ന 1ഉം 2ഉം പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിനെ പ്രകാശൻ നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. അതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. മഴയിലും വെയിലിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ജയിച്ചോ തോറ്റോ എന്തായാലും ശരി, ആ അനുഭവം നമ്മളുടെ മനസ്സിൽ എങ്ങനെയൊക്കെ ബാധിച്ചു, എന്തൊക്കെയാണ് നമ്മളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ, എങ്ങനെയൊക്കെ ആയിരുന്നു കളി, ഇതെല്ലാം നമ്മൾ ഒരു അനുഭവക്കുറിപ്പായിട്ട് ആത്മകഥാ മോഡലിലാണ് ഇത് എഴുതേണ്ടത്. ഏത് അനുഭവത്തെക്കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് ആ അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു തലക്കെട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ.
ഇവിടെ ഞാനൊരു മോഡൽ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. വാലെ പിടിച്ചു വലിച്ചും പിന്നെ ആരുടെ വാലിൽ. ഉത്തരം ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.